പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ തുടർ പഠനത്തിനായി ഏത് കോഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെയും അഭിരുചിക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കൊച്ചിയിലുണ്ട്. അത്തരത്തിൽ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കൊച്ചിയിലെ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഇന്ന് എഡ്യൂമാക്സിന്റെ എപ്പിസോഡിലൂടെ പരിചയപ്പെടുന്നത്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക്സ്, ഹോട്ടൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ ഇന്ത്യയിലും വിദേശത്തും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാൻ പരിശീലനം നൽകുന്ന യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ചും വിശദമായി അറിയുന്നതിനായി യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ അഞ്ജന എസ് കുറുപ്പിനോട് നമുക്ക് ചോദിക്കാം. ഞാൻ അഞ്ജന എസ് കുറുപ്പ്, യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 2013 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ബ്രാഞ്ച് കായംകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിലൂടെ ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 7 ബ്രാഞ്ചുകളിലാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ നമുക്ക് ഇതിനകം തന്നെ പഠിപ്പിക്കുകയും അവരെ നമുക്ക് പ്ലേസ്മെന്റ് ചെയ്യിപ്പിക്കാനും അതിലൂടെ ഒരുപാട് ആ ഒരു ഫാമിലീസിന്റെ ഒരു ഹാപ്പിനെസ് എല്ലാം നമുക്ക് കാണാനും ഇതിനകം സാധിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ റീസെന്റ് നമ്മൾ കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് അണ്ടറിലുള്ള അസാപ്പിന്റെ അക്രീഡിയേറ്റഡ് സ്റ്റഡി സെന്ററായി മാറിയിട്ടുണ്ട്. സോ അസാപ്പിന്റെ ഡയറക്റ്റ് സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ആ ഒരു എലിജിബിലിറ്റി ആണ് അവർ ഏൺ ചെയ്യുന്നത്. ഇത് കൂടാതെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, UK CPD സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതർ മൾട്ടി സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BBA 3 വർഷ ഡ്യൂറേഷനോടൊപ്പം തന്നെ ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ക്യാബിൻ ക്രൂ മാനേജ്മെന്റ് അങ്ങനെയുള്ള മൾട്ടി സർട്ടിഫിക്കേഷൻസ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നാളെ ഒരു സമയത്ത് അവർക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ സാലറി പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അതർ സർട്ടിഫിക്കേഷൻസ് വെച്ച് അവരുടെ പ്രൊഫഷൻ തന്നെ ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു സർട്ടിഫിക്കേഷൻസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അവർക്ക് ഇന്റർവ്യൂ സ്കിൽസിന്റെ ക്ലാസ്സുകൾ, എക്സ്ട്രാ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 84% അറ്റൻഡൻസ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്ലേസ് ചെയ്ത് വിടുക, അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പ്ലേസ്മെന്റ് കൊടുത്ത് നമ്മൾ ആ കുട്ടികളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ യൂറേഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കായംകുളത്ത് നമ്മൾ ഹെഡ് ഓഫീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് നമ്മൾ ഏവിയേഷൻ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഏവിയേഷനിൽ കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു, അവർക്ക് നമ്മൾ ക്വാളിറ്റി ക്ലാസ്സുകൾ കൊടുക്കുന്നു. ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻസിനെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു. സോ അങ്ങനെ ആ ഒരു സക്സസ് ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഏവിയേഷന് പകരം കുറച്ചുകൂടി ഡിഫറെന്റ് ഐഡിയാസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഫീൽഡ് എടുത്ത് അവർക്ക് അതിലൊരു പ്ലേസ്ഡ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണ് നമ്മളൊരു മൾട്ടി സർട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് നോക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ കോഴഞ്ചേരി ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, തേർഡ് നമ്മൾ അടൂർ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എറണാകുളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, റീസെന്റ് കോട്ടയം, തിരുവല്ല. സോ അങ്ങനെ നമ്മൾ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ന് നമ്മൾ 7 ബ്രാഞ്ചസിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് റൂംസ് ആണ് നമുക്കുള്ളത്. അതിലപ്പുറം ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അതിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ക്യാബിൻ ക്രൂസ് അല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ട് ബേസിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിൻ്റെയാണ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികൾ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു ലെവലിൽ ഏത് ഫീൽഡാണോ അതിൽ മാസ്റ്റർ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അത്രയും ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ് തന്നെയാണ് നമ്മൾ കൊടുത്തു പോകുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പേഴ്സണാലിറ്റി, കാരണം ഒരു പ്രൊഫഷണലായി അവർക്ക് ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, ഗ്രൂമിംഗ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഏതൊരു ഇന്റർവ്യൂവും അവർ ക്രാക്ക് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്കുള്ള ഇന്റർവ്യൂ സ്കിൽസിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. മോക്ക് ഇന്റർവ്യൂ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി
ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലിൽ നമ്മൾ ആ കുട്ടിയെ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് ആ കുട്ടിയുടെ ബെസ്റ്റ് വേർഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ്സ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള ക്ലാസ് ടൈമിംഗ് വരുന്നത് ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 10 തൊട്ട് 1 മണി വരെയാണ് വരുന്നത്. 1 മണി കഴിഞ്ഞ് പാർട്ട് ടൈം ജോബ് ചെയ്ത് അങ്ങനെ തന്നെ ഫീസ് അടയ്ക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് BBA ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ 10 മണി തൊട്ട് 3:30 മണി വരെ ആയിരിക്കും അവരുടെ ക്ലാസ്സുകൾ വരുന്നത്. സാറ്റർഡേ സൺഡേസ് മോസ്റ്റ്ലി അവർക്ക് ഓഫ് ആയിരിക്കും. BBA BCA പ്രോഗ്രാംസിനോടൊപ്പം നമ്മൾ റീസെൻ്റ്ലി ആയി ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. യുറേഷ്യയിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചില കുട്ടികൾ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണ്, അക്കാഡമിക്കലി ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് സ്കീംസ് നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ഒരു കുട്ടിയെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. സോ അക്കാഡമിക്കലി ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യുറേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യുറേഷ്യയിൽ പ്രതീക്ഷിക്കാം. 2024 ബെസ്റ്റ് എഡ്യൂക്കേഷണൽ അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു മാമിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ യുറേഷ്യന് ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരുന്നു. സോ 2024 ആ ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് അവാർഡ് യുറേഷ്യനാണ് ലഭിച്ചിട്ടുള്ളത്. യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ ഇന്ന് എയർലൈൻ ഇൻഡസ്ട്രി, എയർപോർട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രികളിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ബേസിലും ഇൻ്റർനാഷണൽ ബേസിലുള്ള കമ്പനികളുമായിട്ടാണ് കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഡിഫറെൻറ്റ് എയർപോർട്ടുകൾ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള എയർപോർട്ടുകൾ ഇവിടെയെല്ലാം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള 4 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ ഹോട്ടൽ ബേസിൽ വരെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ യുറേഷ്യയിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ഇതിലെല്ലാം കുട്ടികൾ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. I am Anamika, working as an operation manager. I'm also dealing with the faculty side. ഒരു പ്രൊഫഷണൽ ജോബിലൂടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇൻഡസ്ട്രിയിലെ ബെറ്റർ ഓപ്ഷൻസ് കൊടുക്കുകയാണ് യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഏവിയേഷൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസോടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വളരെ ചെറിയ കാലയളവിൽ നല്ല സർട്ടിഫിക്കേഷനോടെ ഒരു ജോലി. Well, I am the perfect example that I can see. I was also a student of EIM on 2019 batch and I got placed on Indigo as a ground staff in RAM department. So I was working over there for 3 years. Later I joined over here as an operation manager. യുറേഷ്യനിലൂടെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിലും എന്നെ അത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പ്ലേസ്മെൻ്റ് ആയി പോയത് ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. സോ ഇൻഡിവിജ്വലി അത്രയും ഇൻകേപ്പബിൾ ആയിട്ടുള്ള എന്നെ പ്രൊഫഷണലിയും അതുപോലെ മെൻ്റലിയും അത്രയും സ്ട്രോങ് ആക്കി മാറ്റിയത് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ത്രൂ യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റാഫായിട്ട് ഒരു അംഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പോഷറിലൂടെ മാക്സിമം ഓരോ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പ്രൊഫഷണലി എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്സ് എനിക്ക് കിട്ടിയത് യുറേഷ്യനിലൂടെയാണ്. ഇന്നിവിടെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ദാറ്റ് ഈസ് ഓൾ ഗോട്ട് ത്രൂ യുറേഷ്യൻ. As a student, എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ്സ് I don't think so that rest of the institutions are giving or not. Because ഞാൻ വന്ന ടൈമിൽ I was having that much insecurity on presenting myself to a public. Like എന്നെപ്പോലെ ആളെ like I was so judgmental on myself, like I was not confident on presenting myself to the public. So ആ രീതിയിൽ എനിക്കൊരു കോൺഫിഡൻസ് തന്നതും പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഹിന്ദി ഒട്ടും അറിയാതിരുന്ന ഞാൻ ജയ്പൂർ എന്നൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അത്രയും സർവൈവ് ചെയ്ത് ദാറ്റ് വാസ് ഓൺലി ബിക്കോസ് ഓഫ് ദ training that I got from the institute. കാരണം അത്രയും ഒരു ലാംഗ്വേജിലേക്കുള്ള എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ്, ദ വേ യു ഹാവ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂസ്, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് അക്കാഡമിക്സ്. നമ്മുടെ പോർഷൻസിൽ മാത്രമല്ല പേഴ്സണലി നമ്മളെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാം, എത്രമാത്രം ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ദേ ആർ ഗിവിങ് ദാറ്റ് മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ആ ഒരു ട്രെയിനിങ്സ് കൊണ്ടും ആ ഫാക്കൽറ്റീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ടാണ് ദാറ്റ് ഐ ഗോട്ട് ഡെവലപ്ഡ് ലൈക്ക് ദിസ് മച്ച്.
ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും അത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് ഇണങ്ങുന്നതായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. പഠനം മികച്ചതാകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കൂടി മികച്ചതാകുമ്പോഴാണ്. അത്തരത്തിലുള്ള മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി എഡ്യൂമാക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.